ബിജെപിയുടെ യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ബിജെപി നേതൃത്വത്തോട് ഇടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം. പാലക്കാട് കെപിസിസി ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വാര്യർ വേദിയിലേക്കെത്തിയത്. നേതാക്കൾ കൈകൊടുത്തും ഷാൾ അണിയിച്ചും സ്വീകരിച്ചു. വേദിയിൽ നേതാക്കൾക്കൊപ്പം ഇരിപ്പിടവും നൽകി. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ചു. ചെയ്യേണ്ട ഒന്ന് ഇപ്പുറത്തേക്ക്, ചെയ്യേണ്ട ഒരു സീറ്റിൽ അപ്പുറത്തേക്ക്. സോളൻ ഷോളിട്ടു, പ്രസിഡന്റ് ഷോളിട്ടു. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പ് മുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. കേരളത്തിലെ CPIM-മായി ചേർന്ന്, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്.